ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓം ക്രീം കുട്ടിച്ചാത്താൻ ചേഞ്ച് ചായ കുടിക്കേ. താങ്ക് യു. അമ്മാവാ എന്തൊരു നാറ്റോ. നീ സ്കൂളിൽ പോയില്ലേ? എന്റെ സ്കൂളിലേക്ക് ഇനി വരരുത്, മനസ്സിലായല്ലോ? നീ കുടിച്ചിട്ട് വരുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കളിയാക്ക. അതെന്താ? നിന്റെ അച്ഛനെ പോലെ നിനക്ക് വിഷമാവുന്നുണ്ടോ? ഇപ്പോ എനിക്കൊരു ഉമ്മതാ, എന്നാ ഞാൻ വരില്ല. ആ പിന്നെ ഇപ്പൊ തരാം. അതെന്താ? എന്താ നിനക്ക് പറ്റാത്ത? 3 പ്രാവശ്യം നിങ്ങളെ കണ്ടില്ലല്ലോ. അവിടെ നിക്കാൻ പറഞ്ഞില്ലേ? നിക്കടി. ശില്പമായി മാറ്. ആ എങ്ങനെ കുടുങ്ങി. ഇനി എന്ത് ചെയ്യും? എടാ ധർമ്മ. യെസ് മമ്മി. നിനക്ക് മര്യാദക്ക് ഇരുന്നൂടെ? മമ്മി, ആരും പറയുന്നത് കേൾക്കുന്നില്ല മമ്മി. ലിസൺ, പറയുന്ന പകുതി പേര് അടുത്ത 5 കൊല്ലത്തിൽ മരിക്കാൻ പോവാ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ലുക്ക് അറ്റ് മീ. തറുതല. അവിടെ കാളയ്ക്ക് വെള്ളം വെക്കാൻ ആളില്ല. നിന്നെ സഹായിക്കാൻ ഈ വീട്ടിൽ ഒരു മനുഷ്യനില്ല, അറിയോ? ഓർമ്മയിരിക്കട്ടെ. അതിനല്ലേ എനിക്ക് എന്റെ മമ്മിയുള്ളത്. എത്ര നാളെന്ന് വെച്ചാടാ? എത്ര നാളത്തേക്ക്? ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നോട് ദേഷ്യത്തിലാ ഉള്ളത്. എല്ലാരും കൂടെ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്തു ചെയ്യും? എന്നെ കൊന്നുകളയോ? പിന്നെ ആരാ ജയിലിലേക്ക് പോകുന്നത്? അതെ അമ്മേ, ഇവന്മാരെല്ലാം ഞാൻ വിഷം കുടിപ്പിച്ച് കൊന്നേ അടങ്ങും അമ്മേ. ഓക്കെ മമ്മി, ഐ ഹാവ് എ ലോട്ട് ഓഫ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഐ എം ഗോയിങ്. ഓക്കെ? ഓടാ കിറുക്ക് പിടിച്ചവനെ. പഠിച്ചതിന് ചേരുന്ന വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക്. എന്താടാ? അമ്മേ, അവൻ എന്റെ ദീപാവലിയുടെ ഡ്രസ് ഇട്ടുണ്ടോ പോണേ? അതിനെന്താ, നിന്റെ ചേട്ടനല്ലേ, വിട്. ചേട്ടൻ? എന്റെ സാറേ, ഞങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ ഹാഫിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ അത്ര മുക്കി മുക്കി കുടിച്ചാലും ക്വാർട്ടറിൽ നിന്ന് മുകളിലോട്ട് പോകുന്നില്ലല്ലോ. മിസ്റ്റർ ഗോപാൽ, നിങ്ങളൊരു പൊട്ടനാ. ഒന്നിനും കൊള്ളാത്തവൻ. നമ്മുടെ രാജ്യത്തിലെ മദ്യം ഭക്ഷണങ്ങളുടെ ലിസ്റ്റിലാ ഉള്ളത്. അതുകൊണ്ട് ആവശ്യത്തിന് കൂടുതൽ കഴിക്കോ? ഇല്ല. ഒരേ സമയത്തിൽ നിങ്ങൾക്ക് 50 ഇഡ്ഡലി കഴിക്കാൻ പറ്റുമോ? ലിവർ ചീത്തായി പോലെ. കൺട്രോൾ വേണം. ഏകദേശമൊക്കെ മനസ്സിലായി. വൺ തിങ് മിസ്റ്റർ ഗോപാൽ. പറഞ്ഞോട്ടെ സാറേ. ലോകത്തിലെ ഏറ്റവും നല്ല ലഹരി ഏതാണെന്നറിയാവോ? ഏതാ സാറേ? കുടിച്ചു കഴിഞ്ഞാലും കൺട്രോളിലുണ്ടാവുന്നത്. യു ഗോട്ട് ഇറ്റ്? പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നു. അതാണ് പെർഫോമൻസ്. ഈ സിനിമയിൽ ആക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ ആക്ടിങ് ജസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ചേട്ടാ, ഒരു 68 രൂപ തരൂ. 68 രൂപ. എന്റെ വീടറിയില്ലേ? വീട്ടിൽ പോയി. ഞാനെന്തിനാ വീട്ടിൽ പോയി വാങ്ങുന്നേ? എന്താ പറ്റാത്ത? പാൽക്കാരൻ പോകുന്നു. അതെ സാറേ. പേപ്പർ സാറേ. ലോൺ കൊടുത്ത ബാങ്കിലെ മാനേജർ പോലും വീട്ടിൽ പോയി പൈസ മേടിക്കുന്നുണ്ട്. ഇത്ര പോലെ സാധനമല്ലേ ഉള്ളൂ, വീട്ടിൽ പോയി പൈസ മേടിച്ചൂടെ? ഒന്നിങ്ങോട്ട് വാ, നീ എന്റെ വീട്ടിൽ പോ. അവിടെ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഒരു ഷേവ് ചെയ്ത കറുത്ത കളർ കരടി ഉണ്ടാവും. അയാൾ എന്റെ അമ്മാവനാ. അയാളടുത്ത് പോയിട്ട്, ധർമ്മ സാർ വന്നിരുന്നു, കുറച്ച് കള്ളു കുടിച്ചു, സൈഡ് ഡിഷ് കുറച്ച് ചിക്കനും കഴിച്ചു. അങ്ങനെ അയാളോട് പറ, അയാൾ സന്തോഷമായിട്ട് പൈസ തരും. ടിപ്സും മേടിച്ചോളാം കേട്ടോ. ഇത് എപ്പോഴുള്ള പണിയല്ലേ നിങ്ങളുടെ? ആദ്യം കാശെടുക്ക്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സാർ എത്ര വലിയ ഉദ്യോഗസ്ഥനാ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പൈസ ചോദിക്കുന്ന നീ ഉണ്ടെങ്കിൽ തരാതിരിക്കുവോ സാറ്? അദ്ദേഹത്തിന്റെ പാക്കറ്റിൽ 10 പൈസ ഇല്ല. കൊടലിന് കാശ് ചോദിക്കാന്നുണ്ടെങ്കിൽ നിന്നെ കൊടലെടുക്കും അദ്ദേഹം. അഹങ്കാരി. സാറേ, എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് പെർഫോമൻസ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എന്റെ മുന്നിൽ വെച്ച് എന്തിനാ ഒരു ജോലിക്കാരനെ അടിച്ചേ? ആദ്യം അവനോട് ക്ഷമ ചോദിക്കും. സോറി. ശരി, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം. ഈ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ശരി. അതിലൊരു കാര്യമുണ്ട്, പുകയിലയും മരുന്നും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ ആകെ പ്രശ്നമാവും. മനസ്സിലായോ? അത് എന്റെ വീട്ടിൽ ചിട്ടി പിടിച്ചെന്നൊക്കെ കേട്ടല്ലോ. 50,000. ആകെ പുലുവാലായല്ലോ.
അവന്മാര് നിങ്ങളെ പോലും വിട്ടുവെച്ചില്ലേ? ആരാ അത്? അമ്മാവാ, ഞാൻ സത്യം മാത്രമേ പറയൂ തനിക്ക് അറിയില്ലേ? അതെ, എന്ത് വിശ്വാസത്തിലാ നിങ്ങള് അവന്മാരുടെ അടുത്ത് 50,000 ചിട്ടി പിടിച്ചേ? ആ വീട്ടുകാരൊക്കെ രാത്രി ആവുമ്പോഴത്തേക്ക് വയലന്റ് ആവുന്ന ടീംസാ. ഏത് സമയം വേണമെങ്കിലും പൈസ എടുത്ത് എസ്കേപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിക്കോ. എന്താ കണ്ണു പിടിച്ച് നോക്കുന്നേ? കണ്ണ് തുറന്നോന്നാ പറഞ്ഞേ. ടേക്ക് കെയർ. എന്താ സുഖായിരിക്കുന്നോ ഇംഗ്ലീഷ് മരുമകനെ? വല്യമ്മേ, ആ? സുഖമാണോ? ആ സുഖായിരിക്കുന്നു. എന്താ വെള്ളം എടുക്കണോ? Can I help you? നിങ്ങൾ വെള്ളം അടിച്ചിട്ട് വന്നിരിക്കല്ലേ രാവിലെ തന്നെ? അതാ കണ്ടോ, എന്നെ കളിയാക്കാൻ തുടങ്ങിയില്ലേ? എന്താ ഇത്? വൈദ്യൻ തന്നെ രോഗിയാവാണല്ലോ. എന്താ മരുമോനെ? മൈ ഡിയർ വല്യമ്മേ, എനിക്ക് രോഗം വരുന്നത് അവിടെ ഇരിക്കട്ടെ. നിങ്ങളെല്ലാം കടത്തിൽ മുങ്ങാണ്ടിരുന്നാ മതി. നിങ്ങളുടെ മോന് കോളേജ് ഫീസ് കൊടുക്കാൻ എന്റെ വീട്ടിൽ പൈസ വെച്ചില്ലേ? തന്നോ? തന്നില്ല. അവരൊരിക്കലും തരില്ല. എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടത്തി, ഞാനിവിടെ സത്യം പറഞ്ഞോണ്ടിരിക്കുക. എടത്തി, യു ഗോ ഗോ. എന്താടി അവൻ എന്താ ഈ പറയുന്നത്? ഇവന്മാരെല്ലാം നിങ്ങളുടെ പൈസ എടുത്ത് ഈ നാട്ടിൽ നിന്ന് ഓടാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ബി കെയർഫുൾ. ചുമ്മാ വെള്ളം അടിച്ചിട്ട് വല്ലതൊക്കെ പറയാതെ മോനെ. വല്യമ്മേ, വെയിറ്റ്. അതെ, ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഞാനൊരു കാര്യം പറയാൻ പോവാ. ഓൾ അറ്റൻഷൻ പ്ലീസ്. കം കം. എന്റെ വീട്ടിൽ ചിട്ടി പിടിച്ചിട്ടുള്ളതെല്ലാം ഈ ദീപാവലിക്ക് മുന്നേ പൈസ എടുത്തോ പുറത്ത്. അവന്മാരൊരു ദിവസം ഈ നാട് വിട്ട് പോകാനുള്ള പ്ലാനാ. നാളെ നിങ്ങളുടെ പൈസ പോയെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എന്റെ കയ്യിലെ മണി ഫ്ലോ ഇല്ല. ഐ എം സോറി. എന്താടി ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? വെള്ളം അടിച്ചിരിക്കാ, പോട്ടെ. എന്തായിരുന്നാലും സംസാരിക്കുക. വെറുതെ എന്തിനാ കൈവെക്കുന്നേ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല, ഇപ്പൊ മനസ്സിലായോ? എന്താടാ ചെറുതിലെ ഞാൻ നിന്നെ ഒക്കത്ത് വെച്ച് നടന്നതാ, മറന്നുപോയോ? എന്താടാ നിനക്കൊന്നും ഇപ്പൊ ഒരു മര്യാദ ഇല്ലാത്ത? എന്താ നിങ്ങൾ ഞാൻ പഠിക്കാൻ ലൈബ്രറി വലിച്ചിവിടെ കൊണ്ടുവന്നു. ഇനി 2 ദിവസം കൂടി ഇവനെ പുറത്തു വിട്ടാ നമ്മുടെ ചീട്ട് കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാളിശാവും. പോടാ പോടാ പോടാ. വീട്ടിൽ നിന്ന് പുറത്താക്കിയ പിന്നെ നമ്മുടെ ചീട്ട് കമ്പനി പൊളിയും. പോടാ ഉള്ളിലേക്ക്. വിട്ടേക്കടാ, എന്തിനാണ് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ ഒച്ച വെച്ച് ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. അതെടാ, അമ്മേ, ഇതിനൊക്കെ കാരണം നീയാ കേട്ടോ. ആദ്യം നീ അകത്തോട്ട് പോ. അതൊന്നും പറ്റില്ല. കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ ഞാൻ അടങ്ങും. നീ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? നീ എന്താ അമ്മ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥനെ നീ എന്തുകൊണ്ട് കാണിക്കണം? പറയുന്ന കേൾക്കാൻ. സ്ത്രീകളെല്ലാം ഉള്ളിലേക്ക് പോ. സ്ത്രീകളെല്ലാം പോ. പെണ്ണുങ്ങളോടല്ലേ അകത്തേക്ക് പോകാൻ പറഞ്ഞത്? പെണ്ണാണോ നീ? പോ, പോയി അവിടെ എന്താ പ്രശ്നം നോക്ക്. എടാ, ഇതൊന്നും ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, ഞാൻ പറയുന്നുണ്ട്. പയ്യനെ ശബ്ദം വെക്കാതെ പോ. Stop. എന്താടാ? ഏയ് കട്ടേക്കടാ. എന്ത് ഷർട്ട് അഴിക്കണോ? ഓ, നിന്റെ ഷർട്ടാ അല്ലേ? എന്നാ വെച്ചോ. എനിക്ക് ആരുടെ പ്രോപ്പർട്ടിയും വേണ്ട. Take it. എടാ ആ പാൻറ് കഴിച്ചേക്ക്. എന്തിനാടാ പാന്റ്? അകത്തെന്താ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? പോയി സ്വിം ചെയ്യാൻ. ഷർട്ടും പാൻറ് ഊരടാ. എന്നാടാ നിന്റെ പാന്റും വെച്ചോ. എനിക്ക് വേണ്ട. എടുത്തോണ്ട് പോ. ആരെങ്കിലും ഈ വാതിൽ തുറക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിന്നെ വെച്ചിട്ടുണ്ട്. എടാ, അകത്ത് ഫാന് പോയില്ലടാ. എടാ അമ്മാവാ, എക്സ്ക്യൂസ് മീ, എന്നെ എന്താടാ ചെയ്യാൻ പോകുന്നേ? എടാ, എന്താണ് നിങ്ങളുടെ പ്ലാന്? എടാ സൂപ്പരാജേ, എല്ലാരും ആത്മഹത്യ ചെയ്യാൻ പോണോ? അതോ വിഷം തന്ന് എന്നെ കൊല്ലാൻ പോണോ? എടാ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. എടാ, ഒന്നിനും കൊള്ളാത്തവന്മാരെ, എടാ വല്ലതും പറഞ്ഞിട്ട് പോടാ. എടാ, ഒന്നിനും കൊള്ളാത്തവന്മാരെ പറയടാ. നാണം കെടുത്തത് അവന്മാര്, അടിച്ചത് അവന്മാര്, എന്നിട്ട് എന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? നാണക്കേട് കൊണ്ട് തല വെക്കാൻ വയ്യ. പോട്ടെ, ഇതൊന്നും നിനക്ക് പുതിയതല്ലല്ലോ, പ്രശ്നമാക്കണ്ട. മമ്മി, നീയൊക്കെ ഒരു അമ്മയാണോ? എന്നെ ഹാഫ് ന്യൂഡായിട്ട് ഇവിടെ അടച്ചു വെച്ചിരിക്കുക. ഇതെന്താ അണ്ടമാന്റെ ജയിലാണോ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൂടെ അകത്ത് കിടക്കും. ഞാൻ പറയണോ അവരുടെ? എന്തിനാടാ ഒച്ച വെക്കുന്ന കിറുക്ക? അവരെ നാണം കെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നീ തന്നെ നാണം കെട്ടുകൊണ്ടിരിക്കുക. നോക്ക്, മര്യാദയ്ക്ക് അച്ചടക്കത്തോടെ ജീവിക്ക്. അടുത്തുള്ള തെരുവിലെ നേതാവ് ഒരാൾ മരിച്ചിട്ടുണ്ട്. നാട്ടുകാർ മുഴുവൻ എവിടെ വന്നിട്ടുണ്ട് മരണത്തിന്. ചെയ്യാൻ മരിച്ചുപോയോ? ഓ മൈ ഗോഡ്, ഞാനൊരു റീത്ത് വെക്കണ്ടേ? മമ്മി പ്ലീസ് ഹെൽപ്പ് മീ. നീ പുറത്ത് വന്നാലേ ഇവരെല്ലാം കൂടെ നിനക്ക് ആദരാഞ്ജലി അർപ്പിക്കും. അപ്പൊ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലേ? പൊയ്ക്കോ മമ്മി, പൊയ്ക്കോ. മമ്മി, മൈ ഗോഡ് വിൽ ഹെൽപ്പ്.
ഇതേതാ? അടിപൊളിയാണല്ലോ. പെണ്ണാണെന്നാ തോന്നുന്നത്. ഒരു പക്ഷെ ഭർത്താവിനോട് വഴക്കമുണ്ടാക്കിയിട്ട് വന്നതായിരിക്കുവോ? ബാത്റൂമിൽ കുളിച്ചോണ്ടിരുന്നപ്പോ ഓടി വന്നതായിരിക്കും. അയ്യോ പോയല്ലോ. അയ്യോ പോകാനുള്ള പ്രായം പോലും ആയിട്ടില്ല. അയ്യോ ഈ കുടുംബത്തെ നോക്കാൻ ആരുണ്ട്? ദൈവമേ. എന്താ ചെയ്യാ? അയ്യോ എന്റെ ചിയാനെ, ഇവന്മാരെല്ലാം ജീവനോടിരിക്കുകയാണല്ലോ. അതിനു മുമ്പേ നീ മരിച്ചു പോയല്ലോ ചിയാ. അയ്യോ എന്റെ ചിയാനെ. ഏയ് ശുഭ, ഇതെന്താ കാണിക്കുന്നത്? ഗോ. എവിടെയെങ്കിലും വീഴും. ഇല്ല, കണ്ടാലോ? യു ഗോ. ഇനി എങ്ങോട്ടാ പോണേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വാ. ഞാൻ മമ്മൂട്ടിയുടെ ഫാനാ. എന്താണെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കില്ല. നിനക്ക് ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നാളെ രാവിലെ ക്ലാസ്സിൽ ചോദിക്കാം. നല്ല കുട്ടിയല്ലേ, No. ഞാൻ പറഞ്ഞ കേക്ക. ഉടനെ ചോദിക്കുന്നതാ ഇപ്പോഴത്തെ ട്രെൻഡ്. വിഴരുത്. ധർമ്മ, ശബ്ദം ഉണ്ടാക്കരുത്, മറ്റുള്ള ബോയ്സ് എഴുന്നേൽക്കും. ധർമ്മ, ധർമ്മ. ആരാ? ഏയ് നിങ്ങൾ രണ്ടുപേരോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഏയ്, നീ എന്തിനാ ഞാൻ വരച്ച ഹാർട്ട് നശിപ്പിച്ച് അതിന് താഴെ സോറിന്നൊരു ഓട്ടോഗ്രാഫും എന്തിനാ അവന് ചെയ്ത്? മനസ്സിലായില്ലല്ലോ. ഒരു പെണ്ണ് നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് തെറ്റാണോ? അല്ലേ? ആരാ പറഞ്ഞ? കുടിച്ചിട്ടുണ്ടോ നീ? ഞാനോ? ശരി. നീ മാത്രമല്ല, ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആരാ പറഞ്ഞ? എല്ലാവർക്കും നിന്നെ ഇഷ്ടാ. നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടാ, നിന്റെ അച്ഛന്, പിന്നെ നമ്മുടെ ശുഭ. സുഭ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വാ കെട്ടിപ്പിടിക്ക. തെറ്റാ, വി ആർ ഫ്രണ്ട്സ്. ഉമ്മ. സർവ, നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ? Tell me now. I want immediate result. ഇതെന്ത് ബ്ലഡ് ടെസ്റ്റ് ആണോ ഉടനെ റിസൾട്ട്? അതെ, പറയേ. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇഷ്ടമാ. Promise? സത്യമായിട്ടോ, ഐ ലവ് യു. ഇനിയുള്ള 5 കൊല്ലത്തിൽ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. ഞാൻ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ കല്യാണക്കാരിയാണോ? അതെ. ഓക്കെ, ബൈ. ബൈ ബൈ. ഇത് ഇമ്മീഡിയറ്റ് റിസൾട്ട് പറഞ്ഞേനാ, വിടരുത്. ക്യാച്ച് ചെയ്യടാ. ബൈ ബൈ. ബൈ. ഓക്കെ, നോക്കി പോണം. അയ്യോ സ്റ്റെല്ല, എടാ ധർമ്മൻ, എടാ അവനെ വിളിക്കണ്ട. കവിത പറഞ്ഞു നമ്മളെ കൊല്ലും. ജൂനിയർ അവൻ എഫക്റ്റീവ് ബോയ്യാ. അവനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചാൽ അവനൊക്കെ വലിയ ആളാവും. ഫ്രീ ആയിട്ട് വിട്ടേക്കേ. ആരാടാ സാറാ മുനിയാണ്ടിന്ന് വിളി? എടാ അയാളുടെ പേര് മുനിയാണ്ടിന്നല്ലേ, പിന്നെ വേറെന്താ വിളിക്ക? എടാ ഞാൻ നിന്റെ ഫ്രണ്ടാടാ. നിന്റെ കവിതയൊക്കെ ഞാൻ കേൾക്കുന്നില്ലടോ. അയ്യോ എടാ അടിക്കില്ലടാ. എടാ എന്തിനാടാ, എന്താണ് കാണിക്കുന്നത്?
എടാ, വിടടാ. കാണിക്കുന്നേ എന്താ നിങ്ങൾ ചെയ്യുന്നത്? വിട്, എന്നെ വിട്. എന്താ പറഞ്ഞതറിയോ? മാറി നിൽക്കാൻ. അവൻ എന്റെ സാറിന് എന്താ വിളിച്ചതറിയോ? നോക്കിക്കോ. ഏയ്, കാണിക്കുന്നേ